പവിത്രം സീരിയലിന്റെ സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേട്ടോ. അങ്ങനെ കോടതി മുറിയിൽ വെച്ച് വക്കീൽ ശങ്കരനാരായൺ ഗംഭീരമായി തന്നെ വാദിച്ചങ്ങ് ജയിക്കാണ്. ചന്ദ്രശേഖരനെ കൊന്നത് വിക്രമല്ല, അത് അയാൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ തന്നെ MLA വാസവനും ശ്രീകാര്യം ശ്രീനിവാസനും ചേർന്ന് ജോബിയെ പിടികൂടുന്നുണ്ട്. കോടതിയിൽ വെച്ച് അവര് മൊഴി കൊടുത്തു. ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ശ്രീകാന്താണെന്ന്, വിക്രം കുറ്റക്കാരനല്ല എന്നും യഥാർത്ഥ വില്ലൻ ശ്രീകാന്താണെങ്കിൽ അവനെ ഉടനെ തന്നെ കണ്ടുപിടിക്കണമെന്നും ജഡ്ജി കർശനമായി തന്നെ പറയുന്നുണ്ട്. വരുണിന്റെ കൊലപാതകവും പുളിക്കന്റെ മരണവും എല്ലാം അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ ഉടനെ തന്നെ കണ്ടെത്തണമെന്നും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ജഡ്ജി ഓർഡർ ഇടാണ്. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. പോലീസ് അവനെ അരിച്ചു പെറുക്കി അന്വേഷിക്കുന്നുണ്ട്. ഇതേ സമയം കോടതിയിൽ നിന്ന് ജയിച്ച സന്തോഷത്തിൽ വിക്രം വേദയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ്. പുതിയൊരു ജീവിത സ്വപ്നം കണ്ട് വേദയുടെ വയറ്റിൽ വളർന്ന തങ്ങളുടെ കുഞ്ഞുമായി അവര് സുധാകരൻ മാഷിന്റെ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചു. അപ്പൊ തന്നെ ശങ്കരനാരായൺ വന്ന് സുധാകരൻ മാഷിനോട് മനസ്സ് തുറക്കുകയാണ്. മാഷെ, വിക്രം ഇനി മാഷിന്റെ മാത്രമല്ല എന്റെയും കൂടിയാണ്. ആ ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു മകൻ എനിക്കിനിയില്ല. ഞാൻ പുതിയൊരു വിൽപത്രം എഴുതാൻ തന്നെ പോവാണ്. അതിൽ യാതൊരുവിധ അവകാശവും അവനില്ല. എന്റെ സ്വത്തുക്കൾ മുഴുവൻ വിക്രമിനും വേദക്കും അവർക്ക് ജനിക്കാൻ പോകുന്ന ഈ ഒരു കുഞ്ഞിനുമുള്ളതാണെന്ന് ശങ്കരനാരായണൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുധാകര മാഷി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാനോ എന്റെ മകൻ വിക്രമോ ഇതൊന്നും തന്നെ ആഗ്രഹിച്ചിട്ടില്ല സർ. ഞങ്ങൾക്ക് ഈ വേദയെ മാത്രം മതി. ഇതിനേക്കാൾ വലിയൊരു സ്വത്ത് ഞങ്ങൾക്കിനി കിട്ടാനുമില്ല. അവരിങ്ങനെ അടങ്ങിയൊതുങ്ങി ജീവിച്ചു തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വേറെ ചില കണക്കൂട്ടലുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി അവൻ ജയിലിൽ കിടന്ന് നഷ്ടപ്പെടുത്തിയ 6-7 വർഷങ്ങൾ, അതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം. അവൻ പഠിച്ച് വലിയ നിലയിലെത്തേണ്ട സമയത്തല്ലേ അവൻ ഇതൊക്കെ സംഭവിച്ചത്. വേദയെ കൊണ്ട് അവനെ പഴയ വിക്രമാക്കി മാറ്റി. ഞാൻ ആഗ്രഹിച്ചതുപോലെ വലിയ നിലയിൽ അവൻ എത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്ന് മാഷ് പറഞ്ഞു. ഇത് കേട്ട് ശങ്കരനാരായണൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ആയിക്കോട്ടെ മാഷേ, അതിനൊന്നും ഞാൻ തടസ്സമല്ല. പക്ഷേ സ്വത്തിന്റെ കാര്യം എന്റെ തീരുമാനമാണ്. ശ്രീകാന്തിനെ ഞാൻ വെറുതെ വിടില്ല. അവൻ ചിലപ്പോൾ ഇനി എന്നെയും കൊല്ലാൻ നോക്കും. കാരണം വിക്രമിനെ ഞാനല്ല രക്ഷപ്പെടുത്തിയത്. ഉടനെ വിക്രം ഇടപെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, സാറിനെ അവൻ ഒന്നും ചെയ്യില്ല. അവനെ പോലീസ് ഉടനെ തന്നെ പിടിക്കും. മാത്രമല്ല ശ്രീനി സാറും MLA വാസവനും അവനെ വല വീശി അന്വേഷിക്കുന്നുണ്ടല്ലോ. പോലീസ് പിടിച്ചില്ലെങ്കിൽ അവരവനെ പൊക്കിക്കോളും, അത് ഉറപ്പാണ്. അന്നേരം ശങ്കരനാരായണൻ സുധാകരൻ മാഷോട് പറഞ്ഞു, ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. 2 ദിവസം കഴിഞ്ഞ് വിക്രമിനെയും വേദയും എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം. ഇതുവരെ അവിടെ അവർ സന്തോഷമായിട്ട് താമസിച്ചിട്ടേ ഇല്ലല്ലോ. എൻ്റെ മകനും മരുമകളും കുറച്ച് ദിവസം എൻ്റെ കൂടെ അവിടെ നിൽക്കണം. അതെന്റെ വലിയൊരു ആഗ്രഹം തന്നെയാണ്. മാഷി വിക്രമിനോട് ഇതൊന്ന് പറയണം. അതെന്താ അങ്ങനെ ചോദിച്ചത്? നാളെ വൈകിട്ട് തന്നെ അവരെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചോളാമെന്ന് മാഷു മറുപടി നൽകി. ഇത് കേട്ട് വിക്രമും വേദയും പരസ്പരം നോക്കി സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അങ്ങനെ ശങ്കരനാരായൺ അവിടെ നിന്നും പോയപ്പോൾ കമലമ്മ വന്ന് വേദയെ അങ്ങ് ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. വേദയുടെ ഇഷ്ടങ്ങളൊക്കെ അമ്മ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. കമലമ്മ ഉടനെ തന്നെ വിക്രമിനെ സ്നേഹത്തോടെ ശാസിക്കുന്നുണ്ട്. എടാ വിക്രം, എന്റെ വേദമോളെ നീ ഒട്ടും വിഷമിപ്പിക്കരുത് കേട്ടോ. പണ്ടത്തെ പോലെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കൊന്നും വേണ്ട. ഇനി രാത്രി ആവുന്നതിന് മുൻപേ തന്നെ നീ വീട്ടിലേക്ക് വരണം. പിന്നെ വേദമോൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതെല്ലാം തന്നെ നീ വാങ്ങിച്ചു കൊടുക്കണം. അവളിപ്പോ എന്ത് ചോദിച്ചാലും നീ വാങ്ങിച്ചു കൊടുക്കണം. ഇത് കേട്ട വേദ വിക്രമിനെ നോക്കി കള്ളച്ചിരി അങ്ങ് ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ശ്രീജയും കൂടെ നിന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാഴ്ചയെല്ലാം കണ്ട് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാതെ നന്ദിനി അവിടെ ദേഷ്യത്തോടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. തനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളൊക്കെ വേദക്കാണല്ലോ കിട്ടുന്നത്. അവരിങ്ങനെ ജീവനെ പോലെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ നന്ദിനിക്കത് അസൂയ തോന്നി. അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞാണല്ലോ ഇതിനൊക്കെ കാരണക്കാരി എന്നൊക്കെ ചിന്തിച്ച് ദേഷ്യത്തോടു കൂടി തന്നെ നന്ദിനി അവിടെ നിന്ന് മുറിയിലേക്ക് പോവാണ്. അപ്പോ വിക്രമും വേദയും കണ്ണെടുക്കാതെ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കാതിരിക്കും. അന്നേരം ശ്രീജ അവരെ നോക്കി കളിയാക്കുന്നുണ്ട്. വേദയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പൊ വിക്രമിന് നല്ലതുപോലെ അറിയാം. ഇത്രയും നാളും ഞങ്ങൾ ആരും അറിയാതെ ഇവര് രണ്ടുപേരും ഒരുമിച്ചായിരുന്നല്ലോ. അപ്പോ കമലമ്മ പറയുന്നുണ്ട്, മോളെ നീ ഒന്നും ഇനി ജോലിക്ക് പോകുന്നു വേണ്ട. നിനക്കിഷ്ടമുള്ളതൊക്കെ ഈ അമ്മ ഉണ്ടാക്കിത്തരാം. പിന്നെ ശ്രീജയെടുത്തിയെ സഹായിക്കുമല്ലോ. എന്തായാലും മോനെ, നിങ്ങളുടെ ഇത്രയും കാലത്തെ സങ്കടങ്ങൾക്കും വേദനകൾക്കും ഒരു അവസാനമായല്ലോ. നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയല്ലോ. ഒരുപാടധികം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും ഭഗവാൻ നിങ്ങളെ ഒരാപത്തിലും വരുത്താതെ കാത്തത് ഈ അമ്മയുടെ പ്രാർത്ഥനകളുടെ ഫലം കൂടിയാണ്. എന്തായാലും സന്തോഷം കൊണ്ട് ഞാനൊരു പായസം ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കമലമ്മ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോവാണ്. കൂടെ ശ്രീജയും കിച്ചണിലേക്ക് പോയി. അപ്പോൾ വിക്രം വേദയോട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാ എനിക്കിങ്ങനൊരു സ്വപ്നം പോലെ തോന്നുവാണ് വേദ. നിന്റെ അച്ഛനാണല്ലോ എന്നെ രക്ഷിച്ചത്. ദർശന്റെ വാക്കുകളൊക്കെ എന്നെ ഒരുപാടധികം സങ്കടപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പൊ അവനും സത്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് എന്റെ ഏട്ടൻ കടന്നു വരില്ല. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം.
സന്തോഷം മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുന്ന സമയത്തിന് ഇത് കേട്ടതോടുകൂടെ വേദയുടെ മുഖം അങ്ങ് മങ്ങി. അവൾ സങ്കടത്തോടെ വിക്രമിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു വിക്രം. എന്റെ വയറ്റിൽ നിങ്ങളുടെ കുഞ്ഞുണ്ടെന്ന് അയാളെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി ഒളിച്ചാലും അയാൾ എന്നെ അപായപ്പെടുത്താൻ നോക്കും. സ്വന്തം അച്ഛന്റെ മുഖത്ത് നോക്കി എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആളാ. എന്ത് ക്രൂരത ചെയ്യാനും അയാളും മടിക്കില്ല. വിക്രം അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏയ് നീ അതൊന്നും ഓർത്തു വിഷമിക്കേണ്ട വേദ. ആ ശ്രീകാന്തിനി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. 3 പേരെ കൊന്നതിന് അവൻ ഇനി കണക്ക് പറയേണ്ടി വരും. ഒരിക്കലും പുറത്തിറങ്ങാത്ത രീതിയിൽ നിന്റെ അച്ഛനും ദർശനും കൂടി അവന് ജയിലിൽ അടക്കും. അവൻ ഇനി ഒരിക്കലും പുറംലോകം കാണില്ല. നീ അതോർത്തുകൊണ്ട് ഒരിക്കലും വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് വിക്രം അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയം പോലീസിനെ വെട്ടിച്ച് ഓടിച്ച് ശ്രീകാന്ത് എത്തിയത് ഒരു കാട്ടിലേക്കായിരുന്നു. പണ്ട് വിക്രമും വേദയും കാട്ടിൽപ്പെട്ടതുപോലെ തന്നെ ഇപ്പോൾ ശ്രീകാന്ത് അവിടെ കഴിക്കാൻ ഒരു വകയുമില്ലാതെ ആകെ വിശഞ്ഞു വലഞ്ഞ് രാപ്പകലില്ലാതെ പോലീസിനെയും പേടിച്ചിങ്ങനെ ഒളിച്ചിരിക്കായിരിക്കും. കാട്ടിലെ മൃഗങ്ങളെയും ഇഴജന്തുക്കളെയെല്ലാം പേടിച്ച് പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അവൻ മലയിറങ്ങി നേരെ താഴേക്ക് വരുന്നുണ്ട്. ആ വഴി വന്ന പരിചയമില്ലാത്ത ഒരു വണ്ടിക്ക് അവൻ കൈ കാണിച്ചു. വണ്ടി നിർത്തിയ ഉടനെ തന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ആരാ? ശ്രീകാന്ത് ചോദിച്ചു, ഈ വണ്ടി എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന്. ഇത് കർണാടകയിലേക്കാണ് എന്ന് അയാൾ പറഞ്ഞപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്ന്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങിക്കോളാമെന്ന് പറയും. അയാൾ സമ്മതിച്ചപ്പോൾ ശ്രീകാന്ത് വേഗം തന്നെ വണ്ടിയിൽ കയറി. പേടിച്ചു വിറച്ച് അവൻ ചുറ്റും നോക്കുന്നുണ്ട്. പോലീസുകാരോ മറ്റോ തന്നെ എങ്ങാനും കാണുമോ എന്നൊക്കെയായിരുന്നു ശ്രീകാന്തിന്റെ പേടി. അപ്പോഴാണ് അവിടെ പോലീസ് ചെക്കിംഗ് നടക്കുന്നത് അവൻ കണ്ടു. വണ്ടി അവിടെ നിർത്തിയതോടുകൂടി തന്നെ ശ്രീകാന്ത് പെട്ടെന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് ഒരൊറ്റ ഓടങ്ങ് വെച്ച് വെപ്രാളത്തിലങ്ങ് ഓടി. ഡ്രൈവർ അവനെ അന്തം വിട്ടു നോക്കുന്ന സമയത്തിന് അവൻ തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. പോലീസ് നേരെ വന്ന് ശ്രീകാന്തിന്റെ ഫോട്ടോ ഡ്രൈവറെ കാണിച്ചു ചോദിച്ചു, ഇയാൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. അയാൾ ഉടനെ പറഞ്ഞു, അയ്യോ സാറേ, ഇയാളിപ്പോൾ എൻ്റെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു. വണ്ടി ഇവിടെ നിർത്തിയപ്പോൾ അയാൾ ഇവിടെ നിന്നും ഓടിപ്പോയി. ഇയാൾ ആരാണ് സർ? അവൻ ഏത് വഴിയാ പോയതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഡ്രൈവർ സ്ഥലം കാണിച്ചു കൊടുത്തു. പോലീസ് അപ്പത്തന്നെ അവൻ പോയ ആ ഒരു വഴിയിലൂടെ പുറകെ ഓടി. ശ്രീകാന്ത് ഒരു മതിൽ ചാടി ഒരു വീടിന്റെ സൈഡിൽ ഇങ്ങനെ പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. പോലീസുകാർ അവനെ കാണാതെ തിരികെ വരികയാണ്. അന്നേരം എസ്.ഐ ദേഷ്യത്തോട് പോലീസുകാരനോട് ചോദിച്ചു, ഇത്ര അടുത്ത് കിട്ടിയിട്ടും അവനെ നിങ്ങളെന്താ പിടിക്കാൻ പറ്റിയില്ലേ എന്ന്. ഒരാഴ്ചക്കുള്ളിൽ അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും തൊപ്പി തെറിക്കും. കോടതിയുടെ കർശന ഉത്തരവാണ് അവനെ ഉടനെ തന്നെ കണ്ടുപിടിക്കണമെന്ന്. അതുകൊണ്ട് അവനെ കിട്ടുന്നതുവരെ നമുക്കാർക്കും ഉറക്കമില്ല, മനസ്സിലായോ? പോലീസുകാർ ശരിയെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവനെ ഇങ്ങനെ തപ്പി നിറക്കുകയാണ്. ഇതേ സമയം ദർശന്റെ മനസ്സിൽ ശ്രീകാന്തിനോടുള്ള വൈരാഗ്യം ആളിക്കത്തായിരുന്നു. സ്വന്തം അച്ഛനെ കൂടെ നിർത്തി എല്ലാം ചെയ്യിപ്പിച്ചിട്ട് അവസാനം സ്വത്തൊക്കെ തട്ടിയെടുക്കാൻ അച്ഛനെ തന്നെ കൊന്ന് ആ ഒരു കുറ്റം വിക്രമിന്റെ തലയിൽ കെട്ടിവെച്ച് അവനെ വെറുതെ വിടില്ല എന്ന് തന്നെ ദർശൻ ഉറപ്പിച്ചു. അവനെ എങ്ങനെയെങ്കിലും പിടികൂടി പോലീസിൽ ഏൽപ്പിക്കണം, പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അവൻ എവിടെ ഒളിച്ചാലും കണ്ടുപിടിക്കുമെന്ന് തന്നെ ദർശൻ പോലീസിനെ പോലെ തന്നെ അവനെ അന്വേഷിച്ചു നിൽക്കുകയാണ്. അവിടെ വീട്ടിൽ വിക്രമും വേദയും ഒരുപാട് നാളുകൾക്ക് ശേഷം സമാധാനത്തോടെ വിക്രമിന്റെ മുറിയിൽ കട്ടിലിങ്ങനെ ഇരിക്കുമായിരിക്കും. വിക്രം വേദയുടെ കൈ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ പറയുന്നുണ്ട്, വേദ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ പുതിയൊരു ജീവിതം ഇവിടെ തുടങ്ങുകയാണ്. ഇനിയുള്ള കാലം ഞാൻ ജീവിക്കുന്നത് നിനക്കും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടിയിട്ടായിരിക്കും. എനിക്ക് ഈ ജീവിതം തിരിച്ചു തന്നത് നീയാണ്. സ്നേഹം എന്താണെന്നും പ്രണയം എന്താണെന്നൊക്കെ എന്നെ പഠിപ്പിച്ചത് നീയാണ്. ഇപ്പൊ എനിക്ക് നീയും നമ്മുടെ കുഞ്ഞുമുണ്ട്. നിന്റെ മുഖം കാണാൻ എനിക്ക് എപ്പോഴും കൊതിയാവുകയാണ്. ഇത് കേട്ട വേദ നാണത്തോടെ ചിരിച്ച് വിക്രമിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടും വീണ്ടും ഒന്നിച്ചല്ലോ വിക്രം. നമ്മളെ പിരിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അതൊരിക്കലും നടക്കില്ല എന്ന് ഭഗവാൻ കാണിച്ചു തന്നു. ഇതിനൊക്കെ ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ അച്ഛനോടാ. നിങ്ങളെ എനിക്ക് തിരിച്ചു തന്നില്ലേ? വിക്രം ഉടനെ തന്നെ പറഞ്ഞു, അപ്പോൾ നമുക്ക് നാളെ തന്നെ നിന്റെ വീട്ടിലേക്ക് പോവാമെന്ന്. അവിടെ കുറച്ച് ദിവസം താമസിക്കാമെന്ന് പറയും. എന്താ, നിനക്ക് സന്തോഷായോ? അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്നിട്ട് വിക്രമിന്റെ തോളിലേക്ക് അങ്ങ് ചാഞ്ഞു കിടന്നു. അവൻ സ്നേഹത്തോടെ അവളെ അങ്ങ് ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് പോലീസിന്റെ കയ്യിൽ ഏതു നിമിഷവും താൻ അകപ്പെടുന്നു മനസ്സിലാക്കിയ ശ്രീകാന്ത് ആരുടെയെങ്കിലും സഹായം തേടാൻ തന്നെ തീരുമാനിച്ചു. അവൻ ആരും കാണാതെ ഒളിച്ചും പാത്തും ഇൻസ്പെക്ടർ സാബുവിന്റെ വീട്ടിലേക്ക് പോയി. നേരെ സാബുവിന്റെ മുറിയിലേക്ക് കയറിയിട്ട് ഓടി അങ്ങ് കതകടച്ചു. സാബു അവനെ കണ്ട് ഞെട്ടിവിറച്ച് ചോദിച്ചു, എടോ, താനെന്താണോ ഇവിടെ? പോലീസ് തന്നെ അന്വേഷിച്ച് നടക്കുവാണല്ലോ. തന്നെ ഇവിടെ വെച്ച് പോലീസ് പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ശ്രീകാന്ത് അപ്പൊ തന്നെ ഭീഷണിപ്പെടുത്തി. താൻ അങ്ങനെ എളുപ്പം അങ്ങ് രക്ഷപ്പെടാനൊന്നും നോക്കണ്ടടോ. തനിക്കിപ്പോ എഴുന്നേക്കാൻ പറ്റിയെങ്കിലും നീ ചെയ്തത് കൊലപാതകമാണ്. അങ്ങനെ അങ്ങ് സുഖിച്ച് നീ ജീവിക്കണ്ട. എല്ലാ കുറ്റവും ഇപ്പോൾ എന്റെ തലയിലായി. വരുണിനെ കൊന്നത് ആരാണെന്ന് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. തന്നെ ആരും പിടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ അത് ചെയ്തത് താനാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വേണ്ടി വന്നാൽ ഞാൻ എല്ലാ സത്യങ്ങളും പോലീസിനോട് പറയും. താനാണ് അവനെ കുത്തിയതെന്നും കൊന്നതെന്നൊക്കെ. അതെല്ലാം മറന്നു കഴിഞ്ഞാൽ ആ വാസവൻ പിന്നെ നിന്നോട് ജീവനോടെ വെച്ചേക്കില്ല. ഇഞ്ചിഞ്ചായിട്ട് നിന്നെ അങ്ങ് കൊല്ലും. ഏതവസ്ഥയിലായാലും അയാൾ ഇപ്പോഴും എന്നെ ഒന്നും ചെയ്യാത്തത് ഞാനല്ല കൊന്നത് എന്ന് അയാൾക്കറിയാം. ഇത് കേട്ടപ്പോൾ സാബു പേടിച്ചു വിറച്ചു.
ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളെ സഹായിക്കാൻ എനിക്കിപ്പോൾ പറ്റില്ല. എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഒന്ന് എഴുന്നേറ്റ് നടക്കാനോ ജോലിക്ക് പോവാനോ എനിക്ക് വയ്യ. ഇതിനൊക്കെ കാരണം താനാ. എന്നെ കൊണ്ടിതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അവസാനം താൻ കാരണം ഞാൻ ഈ അവസ്ഥയിലായി. ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം മാത്രം ചെയ്തു തന്നാൽ മതി. എനിക്ക് പോലീസിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് ഞാൻ എത്ര കാശ് വേണമെങ്കിലും തനിക്ക് തരാം. എൻ്റെ പേരിലുള്ള കുറ്റം മറ്റൊരാളുടെ തലയിൽ നീ കെട്ടിവെക്കണം. എന്നൊരിക്കലും പോലീസ് പിടിക്കാൻ പാടില്ല. അതിനു മുൻപേ എനിക്ക് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്. ആ വിക്രമിനെ എനിക്ക് കൊല്ലണം. പിന്നെ എന്നെ ജയിലിലാക്കാൻ നോക്കിയ എൻ്റെ അച്ഛൻ, അയാളോടും എനിക്ക് പകരം ചോദിക്കണം. എനിക്ക് 2 ദിവസം ഒന്ന് ഒളിച്ചു കഴിയാൻ സുരക്ഷിതമായ ഒരിടം വേണം. അത് ഇവിടെ തന്നെയാണ്. ആരും എവിടെ വന്ന് എന്നെ നോക്കില്ല. അത് കേട്ടപ്പോൾ സാബു അങ്ങ് ഞെട്ടിത്തെറിച്ചു. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇവിടെയോ? ഇവിടെ എൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതാ. അവര് നിന്നെ കാണില്ലേ? ശ്രീകാന്ത് തറപ്പിച്ചു പറഞ്ഞു. ആര് കണ്ടാലും എനിക്കൊരു ചുക്കുമില്ല. അവരോട് മറുപടി നീ പറഞ്ഞാ മതി. ഞാൻ മുകളിലത്തെ നിലയിൽ കാണും. അങ്ങോട്ടേക്ക് ആരും വരാനും പാടില്ല. ഞാൻ ഇവിടെയുണ്ടെന്ന് ആരോടെങ്കിലും പറയോ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുകയോ ചെയ്താൽ നീ ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങളും എല്ലാം തന്നെ ഞാൻ പോലീസിനോട് തുറന്നു പറയും. എന്നെ കൊണ്ട് നീ വെറുതെ അത് ചെയ്തിപ്പിക്കരുത് എന്നൊക്കെ പറയാണ്. ഇത്രയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോയി. ഇതൊക്കെ കേട്ട് ഇൻസ്പെക്ടർ സാബുവിന്റെ ഭാര്യ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുമായിരുന്നു. സാബു ഭാര്യയോട് പറഞ്ഞു, നീ പേടിക്കേണ്ടടി, അവൻ 2 ദിവസം ഇവിടെ കാണും. നീ മുകളിലേക്ക് പോവാനൊന്നും നിൽക്കണ്ട. സാബുവും ഭാര്യയും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. അന്ന് രാവിലെ വിക്രമും വേദയും കൂടി ക്ഷേത്രത്തിലേക്ക് പോയി. പ്രാർത്ഥിച്ചതിന് ശേഷം വിക്രം വേദയോട് പറഞ്ഞു, വേദ, നമുക്കിനി ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞായിരിക്കും കേട്ടോ. വേദ ചിരിച്ചോണ്ട് ചോദിച്ചു, ഓഹോ, അപ്പോൾ മോളാണെന്നങ്ങ് തീരുമാനിച്ചോ? എനിക്ക് മോൻ മതി. നിങ്ങളുടെ ദേഷ്യവും ചങ്കൂറ്റവും ഒക്കെയുള്ള ഒരു മോൻ തന്നെ വേണം. വിക്രം വിടാതെ പറഞ്ഞു, അതൊക്കെ വേണം. പക്ഷേ ഇപ്പോൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒരു പെൺകുട്ടി തന്നെയായിരിക്കും. നീ വേണമെങ്കിൽ നോക്കിക്കോ. വേദ സ്നേഹത്തോടെ അവനെ നോക്കി കള്ളച്ചിരി ചിരിച്ചു. അവൻ കയ്യിലിരുന്ന മുല്ലപ്പൂ അവളുടെ തലയിലങ്ങ് ചൂടി വെക്കാണ്. എന്നിട്ട് അവളുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിക്കൊടുത്തു. നിറഞ്ഞ കണ്ണുകളോടെ വേദ അവനോട് പറഞ്ഞു, വിക്രം, 7 ജന്മമല്ല, ഇനി എത്ര ജന്മമെടുത്താലും നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിച്ചാൽ മതി എനിക്ക്. അവൾ വിക്രമിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അവനും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ദർശൻ വരുന്നുണ്ടായിരുന്നു. അവൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് സന്തോഷമായി കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനമുണ്ട്. ഞാൻ കാരണം വിക്രമിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റായേനെ. പക്ഷേ വേദയുടെ അച്ഛന്റെ കണ്ണു തുറന്നില്ലേ? സത്യങ്ങൾ കോടതിക്ക് മുന്നിൽ തെളിയിച്ചല്ലോ. വിക്രം അവനോട് ചോദിച്ചു. ദർശൻ, ആ ശ്രീകാന്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ദർശൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഇല്ല, ഞാനിപ്പോൾ അന്വേഷണത്തില. അധികം വൈകാതെ തന്നെ അവൻ എന്റെ കയ്യിൽ കിട്ടും. എന്റെ അച്ഛനെ കൊന്ന അവനെ ഞാൻ ഇനി വെറുതെ വിടില്ല. അവൻ എന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പോലും ഞാൻ അങ്ങ് മറന്നുപോകും. കൂടെ നടന്നിട്ട് എന്റെ അച്ഛനെ അവൻ പിച്ച് ചീന്തി കൊന്നില്ലേ? എന്നിട്ട് ആ കുറ്റം നിന്റെ തലയിലങ്ങ് കെട്ടിവെക്കാനും നോക്കി. ഇനി അവനെ സമൂഹത്തിൽ ജീവിക്കാൻ ഒരവകാശവുമില്ല. ഒരിക്കലും പുറംലോകം കാണാത്ത വിധം തന്നെ ഞാൻ അവനെ അങ്ങ് പൂട്ടിയിടും. വിക്രം ദർശനോട് പറഞ്ഞു. താനും വേദയും അവളുടെ വീട്ടിലേക്ക് പോകുവാണ്. 2 ദിവസം അവിടെ നിൽക്കാൻ അച്ഛൻ പറഞ്ഞിരുന്നു. ദർശൻ ശരിയെന്ന് പറഞ്ഞ് വിക്രമും വേദയും അവിടെ നിന്നും പോയി. ദർശൻ അവരെ നോക്കിയിട്ട് നേരെ അമ്പലത്തിലേക്ക് കയറി പോവാണ്. വിക്രമും വേദയും ശങ്കരനാരായണന്റെ വീട്ടിലേക്കെത്തി. ശങ്കരനാരായൺ വിക്രമിനോട് കാര്യമായി തന്നെ പറയാണ്, വിക്രം, ആ ശ്രീകാന്ത് എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. അവൻ നാട് വിട്ടു പോയിട്ടൊന്നുമില്ല. എനിക്ക് ആ കാര്യം ഉറപ്പാ. അങ്ങനെ പെട്ടെന്നൊന്നും അവൻ ഇവിടെ നിന്നും പോവില്ല. അവന്റെ മനസ്സിൽ എന്തോ വലിയ ലക്ഷ്യമുണ്ട്. അവനെ പെട്ടെന്ന് പിടിച്ചില്ല എങ്കിൽ എന്റെ ജീവൻ ആപത്താണെന്ന് എനിക്കറിയാം. വിക്രം ഉടനെ ശങ്കരനാരായണന് വാക്കു കൊടുത്തു. ഇല്ല സർ, അവനൊന്നും സാറിന് ചെയ്യില്ല. സാറിന് ഞാൻ സംരക്ഷിച്ചോളാം. അവനെ പിടികൂടുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ കാണും. സാറിനൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയാണ് വിക്രം. അന്നേരം വിക്രം ശ്രീനിവാസനെ ഫോൺ ചെയ്ത് പറഞ്ഞു, സാർ, ശ്രീകാന്ത് എവിടെയുണ്ടെങ്കിലും അവനെ പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. അല്ലെങ്കിൽ എന്റെയും വേദനയും അച്ഛൻ്റെയൊക്കെ ജീവനാപത്താണ്. ചിലപ്പോൾ എനിക്കും. എന്റെ കാര്യം പോട്ടെ, പക്ഷേ ഇവർക്ക് 2 പേർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. ശ്രീനിവാസൻ അവനെ ആശ്വസിപ്പിച്ചു. നീ പേടിക്കണ്ടടോ വിക്രം. നീ തൽക്കാലം ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. അവന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അവൻ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അവനെ ഞങ്ങൾ പിടികൂടും. അങ്ങനെ പോലീസ് അവനെ തപ്പിയിറങ്ങി. ഇതേ സമയം MLA വാസവൻ തന്റെ മകനെ കൊന്നത് ആരാണെന്ന് ശ്രീകാന്തിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ അവനെ അന്വേഷിക്കുമായിരുന്നു. പോലീസിന് വിട്ടുകൊടുക്കാതെ അവനെ ആദ്യം പിടികൂടാൻ വാസവൻ സ്വന്തം ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കി. അവൻ എവിടെയെങ്കിലും കണ്ട അപ്പം തന്നെ പിടിച്ചുകൊണ്ടുവരാൻ അയാൾ ഓർഡർ ഇട്ടു. ആ സമയം ശ്രീകാന്ത് സാബുവിന്റെ ഫോണിൽ നിന്നും ജോണിയെ വിളിക്കുകയാണ്. തന്റെ എല്ലാ കള്ളത്തരങ്ങളും അറിയാവുന്ന ജോണി മാത്രമേ ഉള്ളൂ ഇനി തന്നെ സഹായിക്കാനുള്ളൂ എന്ന് അവൻ അറിയാമായിരുന്നു. പഴയ പോക്കറ്റ് ഡയറിയിൽ നിന്നും നമ്പർ നോക്കി അവൻ ജോണിയെ വിളിച്ചു. ഈ സമയം വാസവനും ജോണിയും കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യായിരുന്നു. പരിചയമില്ലാത്ത നമ്പർ കണ്ട് ജോണി സ്പീക്കർ ഇട്ടു.
അപ്പുറത്ത് ഹലോ ജോണി, ഇത് ഞാനാ ശ്രീകാന്ത് എന്ന് കേട്ടപ്പോൾ വാസവനും ജോണിയും അങ്ങ് ശരിക്കും ഞെട്ടി. അപ്പൊ തന്നെ ജോണി സ്പീക്കർ അങ്ങ് മാറ്റി ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു. വാസവൻ സംശയത്തോട് ചോദിച്ചു, ആരാടാ ഇപ്പൊ നിന്നെ വിളിച്ചത് എന്ന്. ജോണി പരുങ്ങിക്കൊണ്ട് പറഞ്ഞു, ഏയ് എന്റെ ഒരു പരിചയക്കാരനാണ് സർ. അവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വിളിച്ചതാ. എനിക്ക് പെട്ടെന്ന് പോണം സർ. വാസവന് ഉറപ്പായിരുന്നു അത് ശ്രീകാന്തിന്റെ ശബ്ദമാണ് എന്ന്. അയാൾ ഒന്നും മിണ്ടാതെ ജോണിയെ വീട്ടിലാക്കി. ജോണി പേടിച്ചിരുന്നുകൊണ്ട് തന്നെ അവിടെ നിന്നും പോയി. വാസവൻ ഉടനെ തന്നെ ശ്രീനിവാസനെ വിളിച്ച് വിവരം പറഞ്ഞു. എനിക്ക് ജോണിയെ നല്ല സംശയമുണ്ട്. അവന്റെ ഫോണിൽ ഇപ്പോൾ ശ്രീകാന്തിനെ പോലെ ഒരാൾ സംസാരിച്ചു. ഉടനെ തന്നെ ശ്രീനിവാസൻ ജോണിയുടെ നമ്പർ സൈബർ സെല്ലിലേക്ക് കൈമാറി. ആരൊക്കെ വിളിച്ചെന്ന് കണ്ടുപിടിക്കാനും പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് സൈബർ സെല്ലിൽ നിന്ന് റിപ്പോർട്ട് വന്നു. വാസവൻ നോക്കുമ്പോൾ അത് ഇൻസ്പെക്ടർ സാബു എന്ന പേരിലുള്ള 2 നമ്പറിൽ നിന്നാണ് ജോണിക്ക് കോൾ വന്നിരിക്കുന്നത്. വാസവന് കാര്യം പിടികിട്ടി. സാബുവും ശ്രീകാന്തും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ശ്രീകാന്ത് സാബുവിന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. സാബുവിനറിയാം ശ്രീകാന്ത് എവിടെയുണ്ടെന്ന്. ഉടനെ തന്നെ ഇൻസ്പെക്ടർ സാബു താമസിക്കുന്ന ആ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി വാസവൻ സ്വന്തം ആൾക്കാരോട് പറഞ്ഞു. ശ്രീകാന്തിനെ എനിക്ക് കിട്ടാൻ പോവാണ്. കൂടെ നടന്നു തന്നെ ചതിച്ച ജോണിയെയും ഞാൻ വെറുതെ വിടില്ല എന്ന് തന്നെ വാസവൻ ഉറപ്പിച്ചു. അതേസമയം ദർശൻ ഓഫീസിൽ ഒരു പണിയും ചെയ്യാൻ പറ്റാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ശ്രീകാന്ത് എവിടെയുണ്ടെന്നൊരു സൂചന പോലും കിട്ടിയില്ലല്ലോ എന്ന് അവനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നത്. അയാൾ ദർശനോട് പറഞ്ഞു, ഞാൻ സ്റ്റേഷനിലെ പോലീസുകാരനാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട് ദർശൻ. എന്താ കാര്യമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, വരുണിന്റെ കൊലപാതകവും പുളിക്കന്റെ മരണവും എല്ലാം ഒരാൾ തന്നെ ചെയ്തതാണ്. കോടതിയിൽ വക്കീൽ വാദിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അന്ന് സാറിനോട് സത്യം പറയണമെന്ന് ഞാൻ കരുതിയതാ. അരുൺ കൊല്ലപ്പെട്ട അന്ന് രാത്രി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് സാബു സാറായിരുന്നു. ആ കൊലപാതകി ആരാണെന്ന് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതറിയാവുന്ന ഒരേ ഒരാൾ ശ്രീകാന്താണ് സർ. ദർശൻ അത് കേട്ടപ്പോൾ അങ്ങ് ഞെട്ടി. നിങ്ങൾക്കറിയാമോ അരുണിനെ കൊന്നത് ആരാണെന്ന്? പോലീസ് പറഞ്ഞു, എനിക്കറിയാം സർ. അന്ന് രാത്രി സാബു യൂണിഫോം മാറി മറ്റൊരാളുടെ ഷർട്ടിട്ട് ചുവന്ന കാറിൽ അങ്ങോട്ടേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടു. ആ കാർ ഓടിച്ചിരുന്നത് ശ്രീകാന്ത് ആയിരുന്നു. കൂടെ പുളിക്കനും സാറിന്റെ അച്ഛനും ഉണ്ടായിരുന്നു. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. പിന്നീടാ ഞാൻ അറിയുന്നത് ആ കുറ്റം വിക്രമിന്റെ തലയിൽ കെട്ടിവെച്ചു എന്ന്. പുളിക്കനും ശ്രീകാന്തും സാബുവും ചേർന്നുള്ള പ്ലാനായിരുന്നു അത്. ഇപ്പൊ പുളിക്കൻ മരിച്ചു, സാറിന്റെ അച്ഛനും മരിച്ചു. ആ ശ്രീകാന്തിനെ സർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഞാനിത് പറഞ്ഞ കാര്യം ആരും അറിയരുത്. അറിഞ്ഞ അവൻ എന്റെ കുടുംബത്തെ നശിപ്പിക്കും. എന്റെ മനസ്സിൽ കിടക്കുന്ന കുറ്റബോധം കൊണ്ടാ ഞാൻ ഇതെല്ലാം പറയുന്നത്. ഇത് കേട്ട ദർശൻ അവന് വാക്ക് കൊടുത്തു. ഞാൻ ഇതാരോടും പറയുന്നില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. അയാൾ പോയപ്പോൾ ദർശൻ ആലോചിച്ചു. അപ്പോൾ ശ്രീകാന്ത് ഒളിച്ചിരിക്കുന്നത് സാബുവിന്റെ വീട്ടിൽ തന്നെയായിരിക്കും. അല്ലെങ്കിൽ സാബുവിനറിയാം അവൻ എവിടെയുണ്ടെന്ന്. സാബുവിനെ കണ്ട് സത്യം മനസ്സിലാക്കാൻ തന്നെ ദർശൻ തീരുമാനിച്ചു. രാത്രിയായപ്പോൾ വാസവന്റെ ഗുണ്ടകളും ദർശനും സാബുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു. ദർശൻ കുറച്ച് ഗുണ്ടകളുമായി രഹസ്യമായി സാബുവിന്റെ വീട്ടിലേക്ക് എത്തി അവനെ ചോദ്യം ചെയ്തു. ശ്രീകാന്ത് എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ സാബു അറിയില്ലെന്ന് കള്ളം പറഞ്ഞു. അന്നേരം ദർശൻ പോലീസുകാർ പറഞ്ഞ വിവരങ്ങളെല്ലാം തന്നെ സാബുവിനോട് വിളിച്ചു പറയണേ. സത്യം പറഞ്ഞില്ലെങ്കിൽ താൻ ഇപ്പൊ തന്നെ ഇതെല്ലാം വാസവനെ വിളിച്ചു പറയും. വരുണിന്റെ കൊലപാതകത്തിന് പിന്നിൽ താനാണെന്ന് അവനോട് പറയുമെന്നൊക്കെ പറയും. ഇത് കേട്ടപ്പോൾ സാബു ആകെ പേടിച്ചു. ശ്രീകാന്ത് മുകളിലത്തെ നിലയിലുണ്ട്. എന്നെ ഈ കേസിൽ കുടുക്കരുത് എന്നൊക്കെ, എന്നെ വെറുതെ വിടണമെന്നൊക്കെ അയാൾ യാചിച്ചു. ദർശനും ഗുണ്ടകളും ഉടനെ തന്നെ മുകളിലേക്ക് ഓടിക്കയറി വാതിലങ്ങ് ചവിട്ടിപ്പൊളിച്ചു. പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു. ദർശൻ തിരികെ വന്ന് സാബുവിനോടങ്ങ് ചൂടായി. അവിടെ ആരുമില്ലടോ, സത്യം പറ, എവിടെ പോയി അവൻ? സാബു പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു, അവൻ മുകളിലുണ്ടായിരുന്നു. കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവന് വേദയുടെ അച്ഛനോടും അവളോടും വലിയ പകയുണ്ടായിരുന്നു. ദർശൻ അന്നേരം കാര്യം മനസ്സിലായി. അവൻ വേദയുടെ അച്ഛനെ കൊല്ലാൻ പോയതായിരിക്കുമെന്ന്. ഉടനെ തന്നെ ദർശനും ഗുണ്ടകളും ശങ്കരനാരായണന്റെ വീട്ടിലേക്ക് കുതിച്ചു. അവിടെ ശ്രീകാന്ത് മതിൽ ചാടി ശങ്കരന്റെ വീട്ടിലേക്ക് കടന്നിരുന്നു. ലോക്കർ തുറന്ന് അവൻ ആവശ്യമുള്ള പണവും രേഖകളും എല്ലാം എടുത്തുകൊണ്ട് തന്നെ അവൻ ശങ്കരനെ കൊല്ലാൻ വേണ്ടിയിട്ട് കത്തിയുമായി പതിയെ റൂമിലേക്ക് കടന്നു. സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് ശങ്കരനാരായണനെ വകവരുത്താൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ കത്തി ഓങ്ങി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ലൈറ്റ് അങ്ങ് ഓണാവുന്നത്. ശങ്കരനാരായണനും പത്മവും അങ്ങ് ഞെട്ടി എഴുന്നേച്ചു. കത്തിയുമായി നിൽക്കുന്ന ശ്രീകാന്തിനെ കണ്ട് അവരങ്ങ് ഭയന്നു വിറച്ചു. അപ്പൊ തന്നെ വിക്രമും വേദയും അങ്ങോട്ടേക്ക് ഓടി വന്നു. അവരെ കണ്ടപ്പോൾ ശ്രീകാന്ത് തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും ദർശനും ഗുണ്ടകളും അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. ശ്രീകാന്തിനെ വളഞ്ഞിട്ട് പൂട്ടി. ഒട്ടും വൈകാതെ ദർശൻ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഏൽപ്പിച്ചു. ഇതേ സമയം വാസവന്റെ ഗുണ്ടകൾ സാബുവിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. അവര് വാസവനോട് വിവരം പറഞ്ഞു. അപ്പോഴാണ് ശ്രീനിവാസൻ വാസവനെ വിളിച്ച് പറയുന്നത്, ശ്രീകാന്തിനെ നമുക്ക് കിട്ടി. അവൻ ഇപ്പോൾ സ്റ്റേഷനിലുണ്ട് എന്ന്. ദർശനാണ് അവരെ പൂട്ടിയത് എന്ന്. അവൻ സാബുവിന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. വേദയുടെ അച്ഛനെ കൊല്ലാൻ പോയപ്പോഴാ ദർശൻ അവനെ പൊക്കിയത് എന്നൊക്കെ. ഇതൊക്കെ കേട്ടതും ശ്രീകാന്തിനെ തന്റെ കൈകൾ കൊണ്ട് കൊല്ലാൻ പറ്റാത്തതിന്റെ ദേഷ്യം വാസവന് തോന്നി. പിറ്റേ ദിവസം പോലീസുകാർ ശ്രീകാന്തിനെ കോടതിയിൽ ഹാജരാക്കി. വരുണിനെ കൊന്നത് ഇൻസ്പെക്ടർ സാബു ആണെന്ന് ദർശൻ കോടതിയിൽ തെളിവ് സഹിതം തന്നെ വാദിച്ചു. ശ്രീകാന്തും കോടതിയിൽ അത് സത്യമാണെന്ന് സമ്മതിച്ചു. ഇത് കേട്ട് വാസവനും ശ്രീകാന്തും ശങ്കരനാരായണനും എല്ലാവരും ആകെ ഞെട്ടിപ്പോയി.
കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും മരണങ്ങൾ അന്വേഷിക്കാനും ജഡ്ജി ഉത്തരവിട്ടു. ശ്രീകാന്തിനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കോടതിക്ക് പുറത്തു വന്ന ദർശൻ ശ്രീകാന്തിനോട് പറഞ്ഞു, നിന്റെ അച്ഛനായിരുന്നു നിനക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു തരാൻ വക്കീൽ കൂട്ടിട്ട് നിൽക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ ശിക്ഷ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരും. എന്റെ അച്ഛനോട് നീ കാണിച്ച ചതിക്ക് ഞാൻ നിന്നോട് പകരം വീട്ടും. ജീവിതാവസാനം വരെ നീ ജയിലിലഴിക്കുള്ളിൽ തന്നെ കിടന്നു നരകിക്കും. നിന്റെ പണത്തോടുള്ള ആർത്തി ഇവിടെ തീർന്നടാ. പോലീസുകാർ ശ്രീകാന്തിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ദർശനും ശങ്കരനാരായണും വിജയത്തോടുകൂടെ തന്നെ നോക്കി ചിരിക്കുന്നു. അപ്പോ ഇതെല്ലാം കണ്ട് നന്ദിനി ഇങ്ങനെ ദേഷ്യത്തോടുകൂടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്റെ മകനെ കൊന്ന സാബുവിനെയും ശ്രീകാന്തിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് MLA വാസവൻ പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.